നമസ്കാരം. ഖമേനിയുടെ മരണത്തോടെ അടുത്ത പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ഭരണഘടനാ സംവിധാനത്തിലേക്കാണ് ഇറാന്റെ ശ്രദ്ധ തിരിഞ്ഞിരിക്കുന്നത്. കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമേനിയുടെ താൽക്കാലിക പിൻഗാമിയായി ആയത്തുള്ള അലി റസ റാഫിയെ നിയമിച്ചു. മുതിർന്ന മതപണ്ഡിതനാണ് അലി റസ റാഫി. സ്ഥിരമായ ഒരു പിൻഗാമിയെ അസംബ്ലീസ് ഓഫ് എക്സ്പേർട്സ് തിരഞ്ഞെടുക്കുന്നതുവരെ പരമോന്നത നേതാവിന്റെ അധികാരം വിനിയോഗിക്കാൻ ചുമതലപ്പെടുത്തിയ ഇടക്കാല സമിതിയിലേക്കാണ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത്. ഇന്ന് നടന്ന ഈ നിയമനത്തോടെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, ചീഫ് ജസ്റ്റിസ് ഗുലാം ഹുസൈൻ മൗസനി എജയ് എന്നിവർക്കൊപ്പം അറാഫിയും ഈ സമിതിയുടെ ഭാഗമായതായി ഇസ്ന വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. 1989 ആയത്തുള്ള റൂഹുള്ള ഖമേനിയുടെ മരണശേഷം ഖമേനി അധികാരം ഏറ്റെടുത്തതിനു ശേഷം ഇറാൻ നേരിടുന്ന ഏറ്റവും നിർണായകമായ നിമിഷമാണിത്. 36 വർഷം ഭരണം നടത്തിയ ഖമേനി ഇറാനെ ശക്തമായ ഒരു അമേരിക്കൻ വിരുദ്ധ ശക്തിയായി വളർത്തിയിരുന്നു. ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിലുടനീളം ഇറാന്റെ സൈനിക സ്വാധീനം ഉറപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. പരമോന്നത നേതാവ് മരണപ്പെടുകയോ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ പ്രാപ്തനല്ലാതാവുകയോ ചെയ്താൽ ഭരണ തുടർച്ച ഉറപ്പാക്കാനുള്ള വ്യവസ്ഥകൾ ഇറാന്റെ ഭരണഘടനയിലുണ്ട്. ഇതനുസരിച്ച് അധികാരം താൽക്കാലികമായി 3 അംഗ കൗൺസിലിന് കൈമാറും. പ്രസിഡന്റ്, ജുഡീഷ്യറി തലവൻ, ഗാർഡിയൻ കൗൺസിൽ തിരഞ്ഞെടുക്കുന്ന ഒരു പുരോഹിത നിയമജ്ഞൻ എന്നിവരാണ് ഈ സമിതിയിലുണ്ടാവുക. അലി റസ റാഫിയെ ഇതിൽ ഒരു അംഗമായി നിയമിച്ചു എന്നതുകൊണ്ട് അദ്ദേഹം പരമോന്നത നേതാവാകുമെന്ന് അർത്ഥമാക്കുന്നില്ല. ഭാവിയിൽ അദ്ദേഹം ആ സ്ഥാനത്തേക്ക് ഉയർന്നു വരാൻ സാധ്യതയുണ്ടെങ്കിലും ഇടക്കാല കൗൺസിൽ അംഗമായതുകൊണ്ട് മാത്രം പരമോന്നത നേതൃത്വത്തിലേക്ക് നേരിട്ട് വഴി തുറക്കില്ല. പ്രധാനമായും ഒരാൾ ആയത്തുള്ള ആയതുകൊണ്ട് മാത്രം അദ്ദേഹം പരമോന്നത നേതാവാകാൻ യോഗ്യനാണോ എന്ന് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് അർത്ഥമില്ല. രാഷ്ട്രീയ അധികാരം കൈയാളാത്ത നിരവധി പുരോഹിതന്മാർ ഈ പദവി വഹിക്കുന്നുണ്ട്. ഖമേനിയുടെ ആരോഗ്യനില വഷളായ പശ്ചാത്തലത്തിൽ ഒരു നേതൃമാറ്റത്തിനായി ഇറാൻ നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നതായിട്ടാണ് നിരീക്ഷകർ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ജൂണിൽ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട 12 ദിവസത്തെ യുദ്ധം ഉൾപ്പെടെയുള്ള മുൻകാല പ്രതിസന്ധികളിൽ നിന്ന് ടെഹ്റാൻ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നാണ് ലങ്കാസ്റ്റർ സർവകലാശാലയിലെ പ്രൊഫസർ മാബോൺ പറയുന്നത്. സമീപ വർഷങ്ങളിൽ ഖമേനി ശാരീരികമായി വളരെ ദുർബലനായിരുന്നു. അദ്ദേഹത്തിന് അർബുദമോ മറ്റു ഗുരുതരമായ രോഗങ്ങളോ ബാധിച്ചിരുന്നതായി സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. 86 വയസ്സായതിനാൽ ഈ ആക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടിരുന്നില്ലെങ്കിൽ കൂടിയും ഒരു പിൻഗാമിയെ കണ്ടെത്തുക എന്നത് വളരെ അനിവാര്യമായിരുന്നു. ഇറാന്റെ ഭരണഘടനയനുസരിച്ച് പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ചുമതല അസംബ്ലി ഓഫ് എക്സ്പേർട്സിനാണ്. 8 വർഷത്തിലൊരിക്കൽ തിരഞ്ഞെടുക്കപ്പെടുന്ന മുതിർന്ന പുരോഹിതന്മാരുടെ ഒരു സമിതിയാണിത്. എന്നാൽ അസംബ്ലീസ് ഓഫ് എക്സ്പേർട്സിന് പുറമെ തിരഞ്ഞെടുപ്പിലേക്കുള്ള വ്യക്തികളെ അംഗീകരിക്കുന്ന ഗാർഡിയൻ കൗൺസിലും അവിടെയുണ്ട്. പ്രധാന വ്യക്തികളുടെ മരണശേഷം 40 ദിവസത്തെ ദുഃഖാചരണമാണ് ഇറാൻ പാലിക്കാറുള്ളത്. ഈ കാലയളവ് കഴിഞ്ഞതിനു ശേഷം മാത്രമേ ഒരു സ്ഥിരം പിൻഗാമിയെ പ്രഖ്യാപിക്കാൻ അധികൃതർ തയ്യാറാകൂ എന്നാണ് നിരീക്ഷകർ കരുതുന്നത്. തുടക്കത്തിൽ ഇറാന്റെ ഭരണ സംവിധാനം അനുസരിച്ച് പരമോന്നത നേതാവാകാൻ വിപുലമായ മതപരമായ അധികാരങ്ങളുള്ള ഏറ്റവും ഉയർന്ന പുരോഹിത പദവിയായ ഗ്രാൻഡ് ആയത്തുള്ള ആയിരിക്കണമെന്നത് നിർബന്ധമായിരുന്നു. എന്നാൽ ആയത്തുള്ള ഖമേനിയുടെ മരണശേഷം ആ നിബന്ധനയിൽ മാറ്റം വരുത്തി. അദ്ദേഹത്തിന്റെ പിൻഗാമികളായി നിശ്ചയിക്കപ്പെട്ടവർക്ക് ഭരണകൂടത്തിന്റെ പ്രീതി നഷ്ടപ്പെടുകയോ അവർ പാർശ്വവൽക്കരിക്കപ്പെടുകയോ ചെയ്തതോടെ ഭരണഘടനാ ഭേദഗതിയിലൂടെ താഴ്ന്ന പദവിയിലുള്ള പുരോഹിതനും നേതാവാകാൻ വഴി തെളിയുകയായിരുന്നു. ഈ മാറ്റമാണ് അക്കാലത്ത് ഗ്രാൻഡ് ആയത്തുള്ള അല്ലാതിരുന്നിട്ടും അലി ഖമേനി അധികാരം ഏറ്റെടുക്കാൻ സഹായിച്ചത്. അസംബ്ലീസ് ഓഫ് എക്സ്പേർട്ടിനെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ളത് 2 വഴികളാണ്. ഒന്ന്, പാശ്ചാത്യ ശക്തികളുമായിട്ടുള്ള ഏറ്റുമുട്ടലിലും ഉറച്ചു നിൽക്കുന്ന ഒരു തീവ്ര നിലപാടുകാരനെ തിരഞ്ഞെടുക്കുക. രണ്ടാമത്തേത്, സമീപ മാസങ്ങളിൽ ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ ശാന്തമാക്കാൻ കഴിയുന്ന കൂടുതൽ പ്രായോഗികവാദിയോ അല്ലെങ്കിൽ പരിഷ്കരണവാദിയായ ഒരു വ്യക്തിയെ കണ്ടെത്തുക. നേരത്തെ തന്റെ പിൻഗാമിയാകാൻ ചില പേരുകൾ നിർദ്ദേശിച്ചിരുന്നു ഖമേനി. 1, ഇറാനിയൻ ജുഡീഷ്യറിയുടെ തലവൻ ഗുലാം ഹുസൈൻ മൗസെ എജയ്. 2, ഖമേനിയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് അലി അസ്ഗർ ഹൊജാസി. 3, ഹസൻ ഖൊമേനി. എന്നിങ്ങനെ 3 പേരായിരുന്നു. 1979 വിപ്ലവാനന്തരം ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള റൂഹുള്ള ഖമേനിയുടെ പേരക്കുട്ടിയാണ് ഹസൻ. ഇറാനിലെ പരിഷ്കരണവാദികളുടെ കൂട്ടത്തിൽപ്പെട്ട മിതവാദിയായ പുരോഹിതനാണ് അദ്ദേഹം. 6 അംഗ ഉന്നത ഉദ്യോഗസ്ഥരും 2 പുരോഹിതരും ചേർന്ന സംഘം അഭിമുഖം നടത്തി ഇവരിൽ ഒരാളെ തിരഞ്ഞെടുക്കണമെന്നായിരുന്നു ഖമേനിയുടെ നിർദ്ദേശം. ഖമേനിയുടെ മകൻ മജ്തബ പിൻഗാമിയാകുമെന്ന് കേട്ടിരുന്നെങ്കിലും സ്വന്തം മക്കളെ ആരെയും അദ്ദേഹം ആ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിരുന്നില്ല. തന്റെ പരമ്പരയിൽ നിന്നൊരാൾ ഇനി വേണ്ട എന്നായിരുന്നു തീരുമാനം. എന്നാൽ ഖമേനി കൊല്ലപ്പെട്ടതായി പറയുന്ന ഈ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ മുതിർന്ന ഉപദേശകരിലും നിർണായക സ്വാധീനമുള്ള നേതാക്കളിലും ആരെല്ലാം രക്ഷപ്പെട്ടു എന്ന ചോദ്യവും ബാക്കിയാണ്. ഖമേനി നേടിയെടുത്ത അത്രയും വലിയൊരു അധികാരം ഇപ്പോൾ അവശേഷിക്കുന്ന മറ്റ് നേതാക്കൾക്കൊന്നും അവകാശപ്പെടാനില്ല. അതിനാൽ പുതുതായി വരുന്ന പിൻഗാമിക്ക് ശക്തമായ ഭരണ സ്ഥാപനങ്ങളെ, പ്രത്യേകിച്ച് റവല്യൂഷണറി ഗാർഡ്സിനെയും പുരോഹിത ശൃംഖലകളെയും ഒക്കെ നിയന്ത്രിക്കാൻ ഏറെ പാടുപെടേണ്ടി വരും.